ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള പാൽ വെച്ചിട്ടാണ് അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീ കേക്ക് വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യാനും പറ്റും കേട്ടോ. വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് ഐസിങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലൂടെ ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് 600 സംതിങ് ഗ്രാമാണ് വരിക. ഒരു 1.25 കിലോ അല്ലെങ്കിൽ ഒരു 1.5 കിലോ കേക്കിനൊക്കെ നമുക്ക് ഈ ഒരു സ്പോഞ്ച് കേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റുന്നുണ്ട്. ഈ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് പകരമായിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലവർ ചേർക്കുന്നത് എന്തിനാണെന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. കുക്കിംഗ് ടൈമും ഒക്കെ കുറയാനും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെയാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയിലേക്ക് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ എത്രയാണ് മൈദ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബേക്കിംഗ് പൗഡർ എടുക്കാൻ. പിന്നെ ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് എഗ്ഗ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അധികവും അങ്ങനെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടതെന്ന്. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ ഈ എഗ്ഗ്ലെസ് കേക്കിലേക്കാണ് അധികം യൂസ് ചെയ്യാറ്. എഗ്ഗ് ചേർക്കുന്നതിലേക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിൽ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുത്താലും മതി കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 3 മുട്ട വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ 3 മുട്ടയും അതിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കതിലേക്കൊരു 3/4 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ആ ഒരു എഗ്ഗ് സ്മെല്ല് പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3/4 ടീസ്പൂണ് മതി കേട്ടോ വിനാഗിരി. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദയൊക്കെ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വാനില എസൻസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദയിലേക്ക് 1.5 ടീസ്പൂണ് വാനില എസൻസ് ആ രീതിയിൽ എടുക്കാം. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ തരി ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അലിഞ്ഞു പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും പൊടിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. എന്നാലേ ഇത് നന്നായിട്ട് മെൽറ്റായി വരുള്ളൂ. പഞ്ചസാര നല്ലതായിട്ട് മെൽറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കായിട്ട് വരുന്ന സമയത്ത് അത് അടിയിൽ കിടക്കും. അപ്പോൾ ഇങ്ങനെ അത് കടിക്കും. അപ്പോൾ ഒരു ഭംഗിയും അതുപോലെ ഒരു സുഖം കിട്ടില്ല നമ്മുടെ കേക്കിന്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഫ്ലഫിയാക്കി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ വീറ്റ് ചെയ്തെടുക്കരുത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ബീറ്ററിൻ്റെ ഇത് ഒഴിവാക്കി ബ്ലേഡ് ഒഴിവാക്കിയെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 3/4 കപ്പ് പാലൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളതാണ് ഈ 3/4 കപ്പ് പാലെന്ന് പറയുന്നത്. 1 കപ്പ് മുഴുവനില്ല, 3/4 കപ്പേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് അവിടെ പാല് തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല തിളച്ചിട്ടുള്ള പാൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ആ ചൂടോടുകൂടെ തന്നെ വേണം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവൻ പാലും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് 8 ഇഞ്ചിൻ്റെ മോൾഡിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ 8 ഇഞ്ചിൻ്റെ മോൾഡിൽ അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ മോൾഡിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ഇതിലും കാണിക്കുന്നുണ്ട്, ഓവണിലും ഓവൺ ഇല്ലാതെയും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വയറിലുള്ളത് ഓവണിലും അതുപോലെ മറ്റേത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഇറക്കി വെച്ചിട്ടാണ് മറ്റേത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ 2 രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്ട്രക്ചറൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഓവണും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെയാണ് ഓവണിലും. ഓവൺ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതും ഇതിലിട്ട് ബേക്ക് ചെയ്ത് അതും 20 മിനിറ്റ് തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടിനും പിന്നെ നമ്മൾ ഇതിൽ നോൺ സ്റ്റിക്ക് പാനിൽ ഇറക്കി വെച്ചത് ചിലപ്പോൾ 20-25 മിനിറ്റൊക്കെ ആയിരിക്കും ടൈം എടുക്കുക. ഓരോ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും, ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഓവണിലുള്ളത് ഈ ഒരു കളറിലും മറ്റേത് വൈറ്റ് കളറിലും നമുക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിനായിട്ട് രണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവണിൽ ചെയ്യുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കേക്കിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടും. എന്താ വെച്ചാൽ കളർ എല്ലാ ഭാഗവും ഒരുപോലെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മൾ പാനിൽ ചെയ്തെടുക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ വൈറ്റ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ടേസ്റ്റിനൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഓവണിൽ ചെയ്തത് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല സോഫ്റ്റ്, പൊടിഞ്ഞു പോവാതെ മെല്ലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസിങ് ചെയ്യാനും ഈ ഒരു കേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ കൂടെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്